ഫാമിലി ബ്ലോഗർ ബ്യൂട്ടി ബ്ലോഗർ ആയതിൻ്റെ പ്രശ്നമാണ് ഇതൊക്കെ. അങ്ങനെയാണ് പുള്ളിക്കാരിയുടെ സംസാരം. ഒരിക്കലും ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച വീഡിയോ അല്ല, പക്ഷെ ചെയ്തു പോവുകയാണ്. എനിക്ക് ചെയ്യണമെന്ന് തോന്നിപ്പോയി, അതുകൊണ്ട് ചെയ്തു പോവുകയാണ് കേട്ടോ. അപ്പം ഇന്നലെ നൈറ്റ് തൊട്ട് എനിക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത, ഇതുവരെ അറിയത്ത് പോലും ഇല്ലാത്ത കുറേ ആൾക്കാരുടെ വീഡിയോ ഇങ്ങനെ വരാണ്, റിയാക്റ്റിംഗ് വീഡിയോസാണ്. സോ അത് കണ്ടിട്ട് ഞാനിങ്ങനെ ഇന്നലെ കണ്ടു, ഇന്ന് കണ്ടു. അപ്പം എനിക്കും ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. പക്ഷേ അത് അവർ റിയാക്ട് ചെയ്ത ആളെയല്ല, എനിക്ക് ഈ റിയാക്ട് ചെയ്ത ആൾക്കാരെയാണ് റിയാക്ട് ചെയ്യാൻ തോന്നിയത് കേട്ടോ. അപ്പം ഇവരെല്ലാം റിയാക്ട് ചെയ്തിരിക്കുന്നത് ഇച്ചിരി നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ബ്ലോഗറായിട്ടുള്ള നമ്മുടെ കല്യാണി ചേച്ചിയാണ്. മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ആളാണ്. കല്യാണി ചേച്ചി ഇപ്പം നോർമലി ഇപ്പം വന്ന് നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ളതാണ്. കഷ്ടപ്പെട്ടാണ് ആ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ അറിയാം, കഷ്ടപ്പെട്ട് ഈ ഒരു നിലയിലെത്തിയാണ്. ഫസ്റ്റ് കുക്കിംഗ് വീഡിയോ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് വീട്ടിലെ ആ ഒരു ലൈഫിൻ്റെ വീഡിയോ, ഒരു നല്ലൊരു വീട്ടമ്മയാണ്. ഇപ്പോൾ നല്ലൊരു പെയ്ഡ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ആ ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ അത് ഓൾറെഡി ഫേമസ് ആണ്, നല്ല വ്യൂസും കാര്യങ്ങളും കിട്ടുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. അതുകൊണ്ട് തന്നെ മാങ്ങ ഉള്ള മാവിൽ കല്ലെറിയുള്ളൂ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലാണ് ചേച്ചി കേട്ടോ. ഓക്കെ, അപ്പം വേറെ ഞാൻ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഇന്നലെ നൈറ്റ് തൊട്ട് എനിക്ക് ആ ചേച്ചിയുടെ ഒരു വീഡിയോ എതിർത്തിട്ട് കുറച്ച് പേര് റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ നൈറ്റ് തൊട്ടാണ് കാണുന്നത്. ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഫോളോ ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ഇന്നലെ തൊട്ടാണ് കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്നലെ ഫസ്റ്റായിട്ട് കണ്ടത് അശ്വതി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയുടെ റിയാക്റ്റിംഗ് വീഡിയോ ആയിരുന്നു. അപ്പം റിയാക്റ്റിംഗ് വീഡിയോ കണ്ടപ്പോൾ എനിക്കാണെങ്കിൽ തോന്നിയത് പേഴ്സണലി ആ ഒരു പുള്ളിക്കാരി നല്ല രീതിയിൽ നല്ല ചിരിച്ചിട്ട് പറയേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ റിയാക്ട് ചെയ്തു. ഒരാളെ പേഴ്സണലി ആ വീഡിയോയിൽ ഹർട്ടേ ആക്കുന്നില്ല, അങ്ങനത്തെ രീതിയിലായിരുന്നു ആ പുള്ളിക്കാരി സംസാരിച്ചത്. എനിക്ക് ആ ഒരു വീഡിയോ കണ്ട് നന്നായിട്ട് ഇഷ്ടമായി. പറയേണ്ട കാര്യം പറഞ്ഞു, തെറ്റെടുത്ത് കാണിച്ചു, കറക്റ്റായിട്ട് ആ വീഡിയോ എൻഡും ആക്കി. പക്ഷേ ഇന്ന് ഞാൻ അടുത്തൊരു വീഡിയോ കണ്ടു. ബി ജെന്യൂൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നായിരുന്നു അടുത്തൊരു വീഡിയോ. ആ വീഡിയോ കണ്ടപ്പം തൊട്ട് എനിക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കമൻറ്റിലെങ്കിലും ഇടണം, ഒരു എസ് ഇടണമെന്നൊക്കെ തോന്നിയെങ്കിലും ഞാൻ എന്നെ കൺട്രോൾ ചെയ്തു, ഞാനങ്ങ് വിട്ടു. മൂന്നാമത് അടുത്തൊരാളെത്തി, മൂപ്പൻസ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരാൾ. അയാളുടെ വീഡിയോ കണ്ടപ്പോൾ പിന്നെ എനിക്ക് റിയാക്ട് ചെയ്തേ പറ്റുള്ളൂ, എന്തെങ്കിലും പറയണം എന്നൊരു സിറ്റുവേഷനിലായി. അപ്പം ബി ജെന്യൂൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി പറയണം ബി ജെന്യൂൻ, എല്ലാവരും ജെന്യൂൻ ആയിരിക്കണം. അപ്പോൾ പുള്ളിക്കാരിയും ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നതും ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ, അല്ലേ? അപ്പോൾ പുള്ളിക്കാരിയുടെ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് കല്യാണി ചേച്ചീൻ്റെ അടുത്ത് എന്തോ ഒരു പേഴ്സണലി വൈരാഗ്യം ഉണ്ടെന്നാണ്. അങ്ങനെ ഞാൻ പോയി പുള്ളിക്കാരുടെ വീഡിയോസ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്കാരിക്ക് എല്ലാവരുടെ അടുത്തും വൈരാഗ്യമാണ്, എല്ലാവരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്യത്തുള്ളൂ, ഒരു ഹറാസ്മെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് സംസാരം. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, റിയാക്ട് എല്ലാവർക്കും ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അശ്വതി എന്ന് പറയുന്ന പുള്ളിക്കാർ നല്ല രീതിയിൽ റിയാക്ട് ചെയ്തു, പറയേണ്ട കാര്യം പറഞ്ഞു, തെറ്റെടുത്ത് കാണിച്ചു, നല്ല രീതിയിൽ റിയാക്ട് ചെയ്തപ്പോൾ ഈ പുള്ളിക്കാരി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ബി ജെന്യൂൻ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് തന്നെ ഒന്ന് റിയാക്ട് ചെയ്യാൻ, ഇത് എനിക്കൊരു ബന്ധമില്ലാത്ത ആളാണ് കല്യാണി ചേച്ചി, എന്നാൽ എനിക്കും എന്തോ റിയാക്ട് ചെയ്യാൻ തോന്നി, അങ്ങനത്തെ രീതിയിലാണ് സംസാരിച്ചത്. വേറെ ഒന്നുമല്ല, ഫസ്റ്റ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പുള്ളിക്കാർ പറയുന്നത് വീട്ടമ്മമാരെ കുറിച്ചാണ്. അതായത് വീട്ടമ്മമാരെന്ന് പറയുമ്പോൾ ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നതിനെ ഒരു രീതിയിൽ അപമാനിച്ചു കൊണ്ടിട്ടുള്ള വീഡിയോ ആയിരുന്നു. അതായത് അപമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ, വീട്ടിലെ ജോലിയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ബ്യൂട്ടി വ്ളോഗർ ആയതിൻ്റെ പ്രശ്നമാണ് ഇതൊക്കെ. അപ്പം ഇഷ്യൂ വേറെ ഒന്നുമല്ല, പുള്ളിക്കാരി കല്യാണി ചേച്ചി വന്നിട്ട് ഒരു സൺസ്ക്രീനിനെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ റിവ്യൂ ചെയ്തത് തെറ്റായിട്ടുള്ള റിവ്യൂ ആയിരുന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത്. അപ്പം എനിക്ക് തോന്നിയത് ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പം സൺസ്ക്രീൻ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ചില സൺസ്ക്രീൻ നമ്മുടെ ഫേസിൽ ബ്ലെൻഡ് ആവാൻ ടൈം എടുക്കും, വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളൊക്കെ വരും. അത് കഴിഞ്ഞിട്ട് ശരിയാവും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ പുള്ളിക്കാരി ഇട്ടപ്പോൾ വൈറ്റ് കാസ്റ്റ് കാണിച്ചു, അത് കഴിഞ്ഞിട്ട് ശരിയായെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ആ ഒരു ഹിമാലയ എന്ന് പറയുന്ന ആ ഒരു സൺസ്ക്രീനെ വേറെ ബ്യൂട്ടി ബ്ലോഗേഴ്സിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയപ്പം അതിൽ അവർ പറയുന്നത് നോ വൈറ്റ് കാസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും പുള്ളിക്കാരി സംസാരിച്ചത്. പക്ഷെ ഇതിവിടെ ഭയങ്കര ഇഷ്യൂ ആയി കേട്ടോ. കാരണം പുള്ളിക്കാരി ഇപ്പം നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ല, മാങ്ങയുള്ള മാവിലെ കുമ്പറിയുള്ളൂ, ആ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് ചിലർക്കൊക്കെ അറിയാൻ തോന്നുന്നതാണ്. അപ്പോൾ ഈ ബി ജെന്യൂൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിക്കും റിയാക്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ റിയാക്ട് ചെയ്യേണ്ട രീതിയിൽ റിയാക്ട് ചെയ്യണം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ആദ്യം തന്നെ പുള്ളിക്കാരി ചെയ്യുന്ന ആ ഒരു വൈഫ് രീതിയിലുള്ള മെറ്റീരിയൽസ്, അതായത് വീട്ടിലെ ജോലി ചെയ്യുന്നത്,
ഭർത്താവിനെ കെയർ ചെയ്യുന്നത്, കുട്ടിയെ കെയർ ചെയ്യുന്നത്, അതിനെല്ലാം ബാഡായിട്ടുള്ള ഒരു ഹാസ്യപരമായിട്ട് അവതരിപ്പിച്ചു. ഓക്കെ, അത് നമുക്ക് വിട്ട് കളയാം. പക്ഷേ എന്നിട്ട് പറഞ്ഞത് ഒരു ഫാമിലി ബ്ലോഗർ ബ്യൂട്ടി ബ്ലോഗർ ആയി കഴിഞ്ഞാലുള്ള പ്രശ്നമാണിത്. മനസ്സിലായോ? കാശ് കിട്ടുമ്പോൾ ഒരു പ്രശ്നം. അതായത് ഫാമിലി വ്ളോഗറിന് എന്താ ബ്യൂട്ടി വ്ളോഗർ ആയിക്കൂടെ? അതെനിക്ക് മനസ്സിലാവത്തേ. പുള്ളിക്കാരി ഒരു ഫാമിലി വ്ളോഗർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫാമിലി വ്ളോഗർ ആയിട്ട് ഇരിക്കണമെന്നൊരു നിയമമുണ്ടോ? ബ്യൂട്ടി വ്ളോഗേഴ്സ് എല്ലാം ജനിച്ചപ്പോൾ തന്നെ ബ്യൂട്ടി വ്ളോഗേഴ്സ് ആയതാണോ? എനിക്കിതൊക്കെയായിരുന്നു എൻ്റെ ഡൗട്ട്. അപ്പം പുള്ളിക്കാരിക്ക് അതായത് ഈ ബിജെനു എന്ന് പറയുന്ന ഒരാൾക്ക് കല്യാണി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി അടുത്ത് ഒരു ബന്ധമില്ല. എന്നിട്ട് എങ്ങനെ അറിയാം കല്യാണി എന്ന് പറയുന്ന ചേച്ചി ഒരു ബ്യൂട്ടി ബ്ലോഗർ ആണോ? പുള്ളിക്കാരിക്ക് എന്തെങ്കിലും ബ്യൂട്ടീഷ്യൻ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അറിയോ, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പേഴ്സണലി അറിയോ, അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നതെന്ന് എങ്ങനെ ബി ജെന്യുവൻ എന്ന് പറയുന്ന പുള്ളിക്കാരിക്ക് അറിയാം? അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി പറയുന്നത് ഫാമിലി ബ്ലോഗർ ബ്യൂട്ടി ബ്ലോഗർ ആയതിൻ്റെ പ്രശ്നമാണ് ഇതൊക്കെ. അങ്ങനെയാണ് പുള്ളിക്കാരിയുടെ സംസാരം. വേറെ ഒന്നല്ല, പിയൂണിനെ പിടിച്ച് മാനേജർ ജോലി ഏൽപ്പിച്ചാൽ ചെയ്യോ? അതൊക്കെയായിരുന്നു പുള്ളിക്കാരിയുടെ ഡൗട്ട്. പിയൂണിന് വേണമെങ്കിൽ മാനേജറിൻ്റെ ജോലിയും ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും സഹോദരി. അപ്പോൾ ഒരു ഫാമിലി ബ്ലോഗറിന് ബ്യൂട്ടി ബ്ലോഗർ ആകാം. ഇപ്പം ബ്യൂട്ടി ബ്ലോഗേഴ്സ് എല്ലാം അവർ കോഴ്സ് എടുത്ത് പഠിച്ചിട്ടോ അല്ലെങ്കിൽ അവരതെല്ലാം അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ എല്ലാ റിവ്യൂസും ചെക്ക് ചെയ്ത് 1 വീക്കൊക്കെ ട്രൈ ചെയ്തിട്ടോ ഒന്നുമല്ല ആ ഒരു പ്രോഡക്റ്റിനെ റിവ്യൂ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് വേറൊരു കാര്യമാണ്. മനസ്സിലായോ? ഇവർ പറയുന്നത് കല്യാണിയെ പോലെ അല്ല ബാക്കിയുള്ള ബ്യൂട്ടി ബ്ലോഗേഴ്സ്. അതായത് ബാക്കിയുള്ള ബ്യൂട്ടി ബ്ലോഗേഴ്സ് നല്ല ബ്ലോഗേഴ്സ് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അശ്വതി മലയാളം അല്ലെ, അതിനകത്ത് അശ്വതി, അതുപോലെ ശരണ്യ നന്ദകുമാർ, ഇവരൊക്കെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ആ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. ശരണ്യ നന്ദകുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഫാഷൻ ഡിസൈനറാണ്. ആ കുട്ടി എന്ത് പ്രോഡക്റ്റ് ആണോ പറയുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയാണ്, കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ ബ്ലഷ് വിത്ത് ആഷ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കണ്ട് 2-3 മാസങ്ങൾക്ക് മുന്നേ. അതിലും വ്യക്തമായി പറഞ്ഞു ഞാൻ ഒരു സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ പുള്ളിക്കാരത്തേക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ആഴത്തിൽ വിവരമുണ്ട്. അതുപോലെയാണ് അശ്വതി മലയാളം അല്ലെ, എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായി അറിയാം. എനിക്ക് ചിരി വന്നത് ഇത് കേട്ടിട്ടാണ്. ഒരു 3 ബ്ലോഗേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ആദ്യം പറഞ്ഞ ശരണ്യ നന്ദകുമാർ സംതിങ് അങ്ങനെ ഒരു പേരാണ്, എനിക്കറിയത്തില്ല പുള്ളിക്കാരി ഫാഷൻ സംതിങ് ഫാഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതോ ഫീൽഡിലുള്ള ആളാണെന്ന് പുള്ളിക്കാരി തന്നെ പറയുന്നു. ബ്യൂട്ടി ബ്ലോഗർ ആണോ എന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷേ പ്രോഡക്റ്റിനെ കുറിച്ച് നന്നായിട്ട് പറയുന്നുണ്ടെന്ന് പറയുന്നു. അറിയത്തില്ല, നമുക്കത് അറിയത്തില്ല, പുള്ളിക്കാരിക്ക് അറിയത്തുള്ളൂ പുള്ളിക്കാരി ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ഒരു ഇത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ആരെക്കുറിച്ച് പറഞ്ഞു, അതും എനിക്ക് ആരെന്ന് അറിയത്തില്ല. പിന്നെ 3ാമത് പറഞ്ഞ ആളെ എനിക്കറിയാം, ഞാൻ വീഡിയോസ് കാണുന്ന ആളാണ്. അപ്പം എനിക്ക് അവരെക്കുറിച്ചൊന്നും കുറ്റം പറയില്ല. പക്ഷെ പുള്ളിക്കാരി പറഞ്ഞിരിക്കുന്നത് കല്യാണി ചേച്ചിയെ പോലെയല്ല ഇവരൊക്കെ. അതായത് കല്യാണി ചേച്ചി തെറ്റും ഇവരൊക്കെ കറക്റ്റും എന്ന രീതിയിൽ എടുത്ത് പറയുന്നുണ്ട്. കാരണം ഇവരൊക്കെ കറക്റ്റായിട്ട് പ്രോഡക്റ്റിൻ്റെ കറക്റ്റ് റിവ്യൂസാണ് കൊടുക്കുന്നത്. കാരണം പുള്ളിക്കാരിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. പക്ഷേ എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഈ പറഞ്ഞ ആൾക്കാർ, അതായത് പറഞ്ഞ ആൾക്കാരിൽ ഒരാൾ, മോസ്റ്റ് ഓഫ് ദ യൂട്യൂബേഴ്സ് ഒരു ഡോക്ടർ ഷെറ്റ്സ് എന്ന് പറയുന്ന സൺസ്ക്രീനെ ഭയങ്കര രീതിയിൽ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എവിടെ നോക്കിയാലും ഡോക്ടർ ഷെറ്റ്സ്. അങ്ങനെ ഞാനും മേടിച്ചു ഒരു ഡോക്ടർ ഷെറ്റ്സിൻ്റെ സൺസ്ക്രീനും മോയ്സ്ചറൈസേഷൻ ക്രീമും. എനിക്കൊരു യൂസ് ഉണ്ടായില്ല. അവർ പറഞ്ഞ ഒരു രീതിയിലുള്ള, എനിക്ക് വൈറ്റ് കാസ്റ്റ് ഉണ്ടായിരുന്നു, അത് എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നമായിരിക്കും, എനിക്കൊരു യൂസ്ഫുള്ളും ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം അതെൻ്റെ സ്കിന്നായിരിക്കും, അവരുടെ സ്കിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ എടുത്ത ആളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത്, ഈ പറഞ്ഞ യൂട്യൂബേഴ്സൊക്കെ പറയുന്നത് കറക്റ്റും കല്യാണി ചേച്ചി പറയുന്നത് തെറ്റും. അതെവിടുത്തെ ന്യായമാണ്? അതെങ്ങനെ ഇവർക്കറിയാം? അവർ പറഞ്ഞു, കാരണം ഇവർ അവരുടെ വ്ളോഗ് കണ്ടിട്ട് അതുപോലെ ഫോളോ ചെയ്ത് അവർക്ക് റിസൾട്ട് കിട്ടിയ ആളായിരിക്കാം സപ്പോസ്. പക്ഷേ എനിക്ക് അതിനോട് യോജിക്കാൻ സാധിക്കത്തില്ല. കാരണം എൻ്റെ രീതിയിൽ എല്ലാ യൂട്യൂബ് വ്ളോഗേഴ്സും അവർ കാശിന് വേണ്ടി തന്നെയാണ് പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നത്. അല്ലാതെ അവർ നമുക്കൊരു യൂസ്ഫുൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു സ്കിൻ കെയർ ആവാനോ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ബ്യൂട്ടി കിട്ടാനോ വേണ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോ അവർക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവർക്ക് പറയായിരുന്നു. ഇവിടെ ഈ ഒരു വീഡിയോയിൽ കല്യാണി ചേച്ചി ചെയ്ത ഒരു നെഗറ്റീവിനെ കുറിച്ച് പറയുന്നു. പക്ഷേ ഇവർ എന്തിനാണ് വേറൊരു വ്ളോഗർ പറയുന്നത് ശരിയും ബ്യൂട്ടി ബ്ലോഗർ പറയുന്നത് ശരിയും എന്നാൽ ഫാമിലി വ്ളോഗർ പറയുന്ന തെറ്റും എന്ന രീതിയിൽ ഒരു കമ്പാരിസൺ ഇവിടെ കൊണ്ടുവന്നു. അതാണ് ഇവർ ചെയ്ത മിസ്റ്റേക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്താ, ഒരു ഫാമിലി വ്ളോഗറിനെ ഒരിക്കലും ഒരു ബ്യൂട്ടി വ്ളോഗർ ആവാൻ പറ്റത്തില്ല എന്ന് വരെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നു. അതെനിക്ക് റിയാക്ട് ചെയ്യണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ, എനിക്ക് ചെയ്യാൻ തോന്നിയത്. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്യണമെന്ന് മാത്രം വിചാരിച്ചില്ല. ഇത് കഴിഞ്ഞിട്ടായിരുന്നു അടുത്ത ആളുടെ എൻട്രി. ഞാൻ പറഞ്ഞില്ലേ, മൂപ്പൻസ് വ്ളോഗ്സ്,
ആ പുള്ളിക്കാരൻ ഒരു ബോയ് ആണ്. ഓക്കെ, ചില ബോയ്സിന് നല്ല അറിയായിരിക്കും പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ. സൺസ്ക്രീന് സ്കിൻ കെയർ ആണോ മേക്കപ്പ് പ്രോഡക്റ്റ് ആണോ എന്ത് പ്രോഡക്റ്റ് ആണെന്ന് പോലും പുള്ളിക്കാരന് അറിയത്തില്ല. പുള്ളിക്കാരൻ എന്തോ കമന്റ് ഇടുന്ന് പറയുന്നത്. എന്തിനാണ് പിന്നെ കമന്റ് ഇടാൻ പറയുന്ന ആൾ എന്തിനാണ് റിയാക്ട് ചെയ്യുന്നേ? അറിയാത്ത വീഡിയോക്ക് എന്തിനാണ് റിയാക്ട് ചെയ്യുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. സൺസ്ക്രീൻ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് വലിയ ഇഷ്യൂസും കാര്യങ്ങളും നമ്മുടെ ഫേസിൽ വരത്തില്ല. ഓക്കെ, ചിലർക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പറ്റാത്തവർ കാണാം. അത് ഓരോരുത്തരുടെ സ്കിന്നിന്റെ പ്രശ്നമാണ്. ഇപ്പം പുള്ളിക്കാരൻ സൺസ്ക്രീന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ എന്ന രീതിയിൽ. ഫൗണ്ടേഷൻ നമുക്കറിയാലോ, സ്കിന്നിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് റിയാക്ഷൻ എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് യൂസ് ചെയ്യുമ്പോൾ എന്താണ് ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുന്നത്, അതേ രീതിയിലാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത്, സൺസ്ക്രീനെ പറയുന്നത്. പോയിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മുടെ അംബാനിയുടെ മോളെ കുറിച്ച് പറയുന്നുണ്ട്. അംബാനിയുടെ മോള് ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് അവർ പോലും അത്രയും പണക്കാരായ അവർ പോലും നോർമൽ രീതിയിൽ ആണ് അതായത് നോർമൽ രീതിയിലാണ് അവർ ഫേസിനെ കെയർ ചെയ്യുന്നത്. നിങ്ങൾ തന്നെ അവരുടെ പണ്ടത്തെ ഒരു ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോയിൽ അവർ എത്രത്തോളം ഡിഫറൻസ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്ര കാശുള്ള ആൾക്കാരാണ്, അവർ ഫേസിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാ ഇങ്ങനെ മാറി എന്നൊന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അവർ മേക്കപ്പ് പ്രോഡക്റ്റ് യൂസ് ചെയ്യാത്ത ആളാണോ? അവരുടെ ബ്രദേഴ്സിൻ്റെ ഒക്കെ മാരേജിന് അവർ മേക്കപ്പ് ചെയ്തിട്ട് നിൽക്കുന്ന ഫോട്ടോസ് ഉണ്ട്. ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നവരാണ് അവർ. ഒരു പ്രോഡക്റ്റിനെ എൻകറേജ് ചെയ്യുന്നില്ല. ഓക്കെ, അത് അക്സെപ്റ്റ്. കാരണം നമുക്കറിയത്തില്ല ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന്. അവർക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അവർ കാശുകാരാണല്ലോ. പുള്ളിക്കാരൻ പുള്ളിക്കാരി ഇത്രയും കാശുകാരായിട്ടുള്ള അവർ പോലും യൂസ് ആക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ കൊണ്ടുവന്ന് ചുമ്മാ ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാണിച്ചു വെച്ചു. എനിക്ക് തോന്നിയത് ഇപ്പം ഒരാൾ കല്യാണി എന്ന് പറയുന്ന ഒരു ബ്ലോഗർ ചെയ്ത തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഓക്കെ, ചൂണ്ടിക്കാണിച്ചത് നല്ല രീതിയിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ മറ്റൊരാൾ അത് ഏറ്റുപിടിച്ച് നെഗറ്റീവിലേക്ക് കൊണ്ടുപോകുന്നു, ഹറാസ്മെൻ്റ് ആവുന്നു, പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നു. അത് വേറൊരാൾ എടുക്കുന്നു, വേറൊരാൾ അവരുടെ വീട്ടുകാരടക്കം അറ്റാക്ക് ചെയ്യുന്ന രീതിയിലോട്ട് മാറ്റുന്നു. മനസ്സിലായോ? അത് കഴിഞ്ഞ് കല്യാണിച്ച് വീണ്ടും ലൈവിൽ വരുന്നു. എന്തിനാണ് ഈ ഒരു പ്രശ്നം? ഒരു വ്ളോഗറിന് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല. റിയാക്ട് ചെയ്തോ നല്ല രീതിയിൽ. ഇപ്പം ഞാൻ പറഞ്ഞു, അശ്വതി എന്ന് പറയുന്ന പുള്ളിക്കാരൻ നല്ല രീതിയിലാണ് ആ വീഡിയോ റിയാക്ട് ചെയ്തത്. ഒരാളെ പേഴ്സണലി ഹറാസ് ചെയ്യാത്ത രീതിയിൽ ചെയ്തോട്ടെ. ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കട്ടെ. അല്ലാതെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാനൊരു ബ്യൂട്ടി ബ്ലോഗറോ അല്ലെങ്കിൽ ഞാനൊരു ഫാമിലി ബ്ലോഗറോ ഒന്നും ആയില്ല. ഇവിടെ എനിക്ക് ഒരു കാര്യമാണ്, എനിക്ക് ബി ജെന്യൂൻ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും, പല സ്റ്റേറ്റ്മെൻറ്റും, ആ പിയൂണിനെ മാനേജർ ആക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പല സ്റ്റേറ്റ്മെൻറ്റും എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നി. നിങ്ങൾ എന്തിനാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിൻ്റെ താഴെ നോക്കുവാണെങ്കിൽ ചുമ്മാ അൺനെസസറി കുറേ കമൻസ് അവരുടെ ഫാമിലിയെ വെച്ചിട്ട്, ഈ കമൻ്റ് ഇടാൻ വേണ്ടി ഇരിക്കുന്നവർക്ക് വെളിവില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവർക്ക് എന്താണ് കാര്യമെന്ന് പോലും അറിയത്തില്ല, എന്നാലും കമൻ്റ് ഇടും. പേര് കേട്ടാൽ മതിയല്ലോ, അവർക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, മാങ്ങയുള്ള മാതിരി കല്ലെറിയൂ, അതാണ് ഇന്നത്തെ കാലം. അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.